ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോ ഇവര് ഞങ്ങൾ തടി കുറച്ച് സെറ്റ് ആവുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. രണ്ട് ഗർഭിണിയാണ്. ഒരു വണ്ടി കയറി എന്താ അത് ക്യാൻസലാ. ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വണ്ടറിംഗ് വൈബ്സ്. വണ്ടറിംഗ് വൈബ്സ് ആണ്. അപ്പൊ ഞങ്ങൾ ഇന്ന് പോവാണ്, തിരിച്ച് വെക്കേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോവാണ്. അപ്പൊ നമ്മ വളരെ പെട്ടെന്ന് 10-18 ദിവസമായില്ലേ കല്യാണം വന്നു, കല്യാണം കഴിഞ്ഞു. ഇനിയിപ്പോ നാളെ ഒരു കല്യാണം ഉണ്ട്, പക്ഷെ കൂടാൻ പറ്റൂല. അതിന് മുന്നേ ആദ്യം കാര്യത്തിന് സ്കൂളിൽ നടത്തണം. അപ്പൊ ഇറങ്ങാൻ സമയമായി, 4:30 മണിയായി. അപ്പൊ ഇനി എന്താ ഇനി പോവാണ്. ഏതായാലും ഇനി അടുത്ത വെക്കേഷനിൽ ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായി കണ്ടുപോകാനാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എന്താ ഞങ്ങൾ ഇനി ലൈവ് സ്ഥിരമായിട്ട് നമ്മളിനി ലൈവ് വരേണ്ട സ്ഥിരമായിട്ടില്ല അമ്മ. അപ്പോൾ നമ്മളൊക്കെ അവിടെ ആക്കണം, എല്ലാവരും ഇവിടെ ഉണ്ട്. ഇത് നമ്മളെ മിന്നിമ, നമ്മളെ വല്യമ്മ, മുത്തുമണി, സുന്ദരി പെണ്ണ്. ഞങ്ങളെ സുന്ദരി പെണ്ണാട്ടത് ഞങ്ങളെ വല്യമ്മ. എയർപോർട്ടിൽ നിങ്ങൾ ആരും കൊണ്ടുപോകില്ല, പാത്തൂനെ കൊണ്ടുപോകില്ല. പാത്തൂനെ ഞാൻ എന്നെ കാണാനാണ് ഇഞ്ച പാത്തു. ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോക്കിന് ഓടണതിലേട്ടോ. കുടിച്ച് ഇറങ്ങാൻ നോക്കല്ലേ അപ്പൊ സൂസ് കുപ്പായിട്ട് കാണാ പോരടിക്കണേ. ആ മുഖോ ആ ലൈറ്റ് തൊടാനാണതേ. ആ കടിച്ചുവേ ഒരു ഉമ്മ ഉമ്മ. ആ അമ്മമാരെ കടിച്ച് അപ്പൊ റെഡിയായി ഇതാക്കണം, ഫുള്ള് പോകാൻ ഒരുങ്ങി പോലെ സെറ്റല്ല. ഞങ്ങൾ ഇപ്പൊ ഇറങ്ങണ നേരത്തെ നല്ല മഴ കേട്ടോ പുറത്ത്. നമ്മളെ സിബുമ വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും റെഡി ആയിട്ടോ. ഇതപ്പം ഇറങ്ങും. ബൈ ബൈ. ഓനിപ്പോൾ മയത്തന്നെ ഇറങ്ങിയ മുട്ടാണ്ടല്ലോ ഓനെ എന്തോ മനസ്സിലാക്കണം. ഞങ്ങളൊക്കെ മാറ്റിയേക്കല്ലേ, ഞങ്ങളൊക്കെ മാറ്റിയില്ലേ അതിന്റെ ഇതിലാ. ഞങ്ങളൊക്കെ മാറ്റിയില്ലേ അതിന്റെ ഇതാ. കുട്ടിയാ നിക്കി ഇങ്ങോട്ട് പോയി കാണി ഇങ്ങോട്ട് എല്ലാരും ഇങ്ങോട്ട് പോയി കാണി. ഞാൻ വരും. ഷെപ്പൊക്കെ ആയില്ലേ ഞാൻ ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോ ഇവര് ഞങ്ങൾ തടി കുറച്ച് സെറ്റ് ആവുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. രണ്ട് ഗർഭിണിയാണ്. സുന്ദരി പെണ്ണാണ്. ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോ സെറ്റായി. ഞങ്ങളങ്ങനെ പറയില്ലേ, ഞങ്ങൾ മരിച്ചോളൂ. ഞാൻ സിബൂദില് ഉമ്മ നേരെ കടിച്ചു പോയി കേട്ടോ. ഇഞ്ഞ് വരുമ്പോ ചിലപ്പോ പരക്കം പയ്യകരം. പിന്നെ അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോക്കിന് ഇതിലെ മുഴുവൻ ഓടണം കേട്ടോ, പെര പൊളിച്ചണം. അല്ല ഞാൻ ചോദിച്ചു നോക്കട്ടെ, ഞാനാ പോണ നിങ്ങളാ പോണ്? ആദ്യം വണ്ടിയിലാണ് കയറി കുത്തിരുന്നത്. ഈ വണ്ടി സെറ്റായോ? അന്നാ പോയിക്കോളൂ, ഞങ്ങൾ വരാം. ഞാൻ സിബ് ഞങ്ങൾ നടത്തും. ഷെബ് ഉണ്ടാവൂതില് ആ ചൂടാണേ. അപ്പൊ നിങ്ങൾ ഇട്ടോളൂ. അപ്പൊ അടുത്ത ഇത് കാണട്ടെ, നിങ്ങൾ യാത്ര പറഞ്ഞു. ഓക്കെ, അപ്പൊ നിങ്ങളല്ലേ പോണേ, നിങ്ങളെ പോയിരുന്നു ആദ്യം. ഔ ഇഞ്ച പാത്തുമാനാണ് പോര്. എടി അന്നെ വിളിച്ചു, എല്ലാരും വണ്ടി കയറി.
ഒരു വണ്ടി കയറി. ഇബി തടി പറയാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഇപ്പതാ നമ്മളെ പെരീന്ന് ഇറങ്ങി. ഒരു വണ്ടിയിൽ ഫുള്ള് പോയിട്ടോ. നമുക്ക് ഞാനും ജസീബും മുത്തുമണിയാണ് ഒരുമിച്ചാണ്. ഓട്ടോ വണ്ടി 5 മണി സമയം 4:53 സിബോ 4:30 ഇറങ്ങാൻ കരുതിയതാണ്. 8:50 ഫ്ലൈറ്റ്. കുഴപ്പമില്ലല്ലോ. അപ്പം ഞാൻ കോഴിക്കോട് എയർപോർട്ടൊക്കെ പോണത്. ഞാൻ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ എത്തിയിട്ടോ. പെരുന്നാളാണ് വരുന്നത്. പെരുന്നാൾ 15-ാം തീയതി 15-ാം തീയതി പെരുന്നാൾ വരുന്നത്. പക്ഷേ കൂടാൻ പറ്റിയില്ല. പെരുന്നാൾ കൂടിയിട്ടൊക്കെ അടിച്ച് പൊളിച്ച് പോകണമെന്നൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ അതിന് ലീവ് എടുത്ത് പോകുന്നതുകൊണ്ടേ ഒന്നും നടക്കൂല കേട്ടോ. അപ്പം ഞാൻ നമുക്ക് അടുത്ത വെക്കേഷന് ഒന്നുകൂടി ഉഷാറാക്കാം ഇൻഷാ അല്ലാഹ്. പുറത്ത് കണ്ണ് കാണാത്ത മഴ കേട്ടോ. ആകാശം വരെ കറിയാൻ ഞങ്ങൾ പോകണ്ടിട്ട് പഴവിടെ നിർത്താമല്ലോ കേട്ടോ. ആകാശം വരെ കറിയാണ്. ഇവിടെ എത്തിട്ടോ. പൊരിഞ്ഞ മഴ, പെരുമഴ എന്ന് പറഞ്ഞാൽ പെരുമഴ. ഓ ഞങ്ങൾ പോയിട്ടില്ല, കണ്ണീരാന്ന് തോന്നുന്നുണ്ട്. എല്ലാം എടുത്തില്ലേ? എത്തി. ഒരു രക്ഷയില്ലാത്ത മഴലമ്മ. പുറത്ത് സുട്ട മമ്മാടൊക്കെ പറഞ്ഞു പോര്. എന്താ കാണാത്തടി? ഇപ്പൊ വണ്ടി എടുത്താൽ മതിക്കണം. പന വെയിറ്റ് ചെയ്യാൻ കേട്ടോ. ഓണ് പോവാണ് മമ്മ. ഓ ഇനി വരൂല. അതെല്ലാം ഇങ്ങോട്ട് പറഞ്ഞേ. ഇനിയിപ്പോ എന്തില്ല, നേരെ ഓര് പോയാൽ എന്താ പറയുക, ഓലത്തെ അവിടെ അഡ്ജസ്റ്റ്മെന്റ് ആവും. പെട്ടി എന്തെങ്കിലും അങ്ങോട്ട് അവർക്ക് വെച്ചാണ്ട് ഒരു ക്ലിയർ ആക്കി തരും. നമ്മൾ ഉന്തണ്ട, നമ്മളവിടെ കജ്മീസിൽ പോയാൽ മതി. എയർ ഇന്ത്യൻ്റെ ഫ്ലൈറ്റ് ക്യാൻസലാണെന്ന് പറയുന്നുണ്ട്. അത്രേ ഫ്ലൈറ്റ് ക്യാൻസലാന്ന് പറയുന്നുണ്ട് എയർ ഇന്ത്യ എക്സ്പ്രസ്. ഇപ്പം ഡീറ്റെയിൽസ് ചോദിക്കട്ടെ എന്താണെന്നില്ലേ. ബെസ്റ്റ് ഫ്ലൈറ്റ് ക്യാൻസലാന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ എയർ ഇന്ത്യൻ്റെ ഇതിലിപ്പോൾ ചോദിക്കുന്നുണ്ട്. പുറത്ത് നല്ല മഴ. ഈ എയർ ഇന്ത്യ എടുത്താൽ തന്നെ കുഴപ്പമാണ്. പേടിച്ചാണ് എയർ ഇന്ത്യ എടുക്കുമ്പോൾ. എയർ ഇന്ത്യ എടുത്താൽ പണിയാണ്. ഇപ്പോൾ ഇത്രയും ലഗേജും കാര്യങ്ങളും കെട്ടി പൊറുക്കി വന്നിട്ട് ടിക്കറ്റ് ക്യാൻസൽ കേട്ടോ. എത്താലേ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് നാളേക്ക് ആക്കി തരിക. സെയിം ആക്കണേ. ഫ്ലൈറ്റ് ക്യാൻസലാണ് മക്കളെ. ഇതാക്കണേ ഒക്കെ ആകണോട് വെയിറ്റിംഗ് ആണ്. എയർ ഇന്ത്യൻ്റെ ഓഫീസിൽ ഒരു മനുഷ്യൻ്റെ മക്കളും ഇല്ല. നിങ്ങൾക്ക് എത്ര ദിവസം? 2 ദിവസമോ? ഇക്കാക്ക് ഇന്നലെയും വന്ന് ഇന്നലെയും ക്യാൻസലായി, ഇന്നും വന്ന് ഇന്നും ക്യാൻസലായി. ഏത്തത്തെ ഇടങ്ങേറും. പോലും ചോദിച്ചിട്ടല്ലേ. അപ്പൊ ടിക്കറ്റ് ഒന്ന് മാറ്റി തരാനും പറയേ. ഓൾക്ക് നാളെ അവിടെ എത്തണ്ടാത്തരമ്മ. നിക്ക് ഇന്നപ്പോ വേറെ ഫ്ലൈറ്റ് ഒന്നുമില്ല. ഞാൻ ശരി അറ്റ്ലീസ്റ്റ് എനിക്കൊരു മെയിൽ വിട്ടൂടെ? ഈ ഫ്ലൈറ്റ് ക്യാൻസൽ ആണെങ്കിൽ ഒരു മെയിൽ പോലും വന്നിട്ടില്ല പറയുന്നത് ഫ്ലൈറ്റ് ക്യാൻസൽ ആണ്. ഒരു മെയിൽ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് അറ്റ്ലീസ്റ്റ് പ്രിപ്പയർ ചെയ്യാം. ഇത് അതുമില്ല, ഒന്നുമില്ല. ഒരു മെയിൽ പോലും ആരും അയച്ചിട്ടില്ല. അത് ഇവരെങ്ങനെ ഫ്ലൈറ്റ് ഇന്നലെ ക്യാൻസൽ, ഇന്ന് ക്യാൻസൽ. ഈ ട്രാവലൊക്കെ അവിടെ ഭയങ്കര എന്താ ക്യാൻസലാ. ഇതിനാണ് പറയാ കായില്ലാത്തൊരു ഇറച്ചിക്കാന്ന് കണ്ടോളി നിൽക്കണ. ഇതിനാണ് കായില്ലാത്തൊരു ഇറച്ചിക്കാന്ന് പറയണത്. ജീവൻ ഉണ്ടെങ്കിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് എടുക്കരുത് മക്കളെ. നിൽക്കണോക്കി നമുക്കെന്താ അറിയോ, ക്യാൻസൽ ആക്കണേന്നല്ല. ഇത്രയും പെട്ടി കണ്ടങ്ങള്, ഇത്രയും പെട്ടിയാളും ഈ കുട്ടിയാളും മക്കളും കണ്ടോ വായക്കാ തേങ്ങ ഇതൊക്കെ ഇനി പൊട്ടിച്ചണ്ടമ്മ. പൊട്ടിച്ച് കെട്ടണ്ടേ? ഇതൊക്കെ പൊട്ടിച്ച് കെട്ടണം. കാരണം ഇതിൽ ഇറച്ചിയുണ്ട്, മീനുണ്ട്, എല്ലാം ഉണ്ട്. ഷെബോ ഇത്രയും ഫാമിലീസ് ഇവിടെ കുടുങ്ങി കുത്തിരി നോക്കി. ഓലിപ്പോഴും ഒരു വിവരവും പറഞ്ഞിട്ടില്ല, ക്യാൻസലും പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ആൾക്കാരൊക്കെ വെയിറ്റിങ്ങില്ല.
തൂങ്ങിക്കണമേ ഉണ്ടോ? എന്നാ റീഫണ്ട് ചെയ്യാൻ പറയേ. ഇല്ല, ആക്കിയിട്ടില്ലല്ലോ, ഒരു കൺഫേം ആക്കിയിട്ടില്ലല്ലോ. ഓക്കെ, അതാ കഴിഞ്ഞു. ടിക്കറ്റ് അങ്ങനെ ക്യാൻസൽ ആട്ടോ, ഇന്ന് പോവില്ല. ഷെബു, എന്താ നിനക്ക് ഇപ്പോൾ പറയാനുള്ള ഈ സാഹചര്യത്തിൽ? നല്ലൊരു ഫ്ലൈറ്റാണ് നമ്മളുടെ എയർ ഇന്ത്യ. എയർ ഇന്ത്യയെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനില്ലേ അമ്മ? നല്ലൊരു ഫ്ലൈറ്റ് ആണ് എയർ ഇന്ത്യ. എന്റെ കുട്ടിയാണ് ആക്കണേ. അപ്പൊ ഇതാ ഞങ്ങള് യാത്ര പറഞ്ഞ് തിരിച്ച് വീണ്ടും രണ്ടോട്ടം യാത്ര പറഞ്ഞ കൊലയില് ശിവനോട് മൂഞ്ചി നല്ലോണം മൂഞ്ചി. എയർ ഇന്ത്യ എക്സ്പ്രസ് എടുത്തിരുന്നത് ഈ വീഡിയോസ് കാണുന്ന ഒരാളെങ്കിൽ ഒരാളോട് പറയാനുള്ളത്, ഏത് ഫ്ലൈറ്റ് എടുത്തോളിയും എത്ര പൈസ കൂടിയത് എടുത്തോളിയും എയർ ഇന്ത്യ എക്സ്പ്രസ് എടുക്കരുത്. അത് മാത്രമേ ഈ നിമിഷത്തിൽ പറയാനുള്ളൂ. കാരണം നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരാലെ ഇടങ്ങേറ് നിങ്ങൾ കണ്ടതായിരിക്കും വീഡിയോയിൽ കണ്ടില്ലാറെ ഡബിൾ ഇരട്ടി ഇടങ്ങേറാണല്ലോ. കാരണം പെട്ടി കെട്ടി പിന്നെ അതിലൊക്കെ കേടുന്ന സാധനങ്ങളാണ്. ഞൊക്കെ പെട്ടി പൊട്ടിച്ചിട്ട് വീണ്ടും റീപാക്ക് ചെയ്യണം. അപ്പോൾ എത്ര ഇടങ്ങേറാണെന്ന് വെച്ചാൽ അതിലാറെ ഇടങ്ങേറ്. ഇപ്പോൾ ഈ വന്നാണ്ട് തിരിച്ചു പോക്ക്. ഇപ്പോൾ നമ്മൾ കോഴിക്കോടാണ്. അപ്പോൾ കോഴിക്കോട് വന്നിട്ട് ഇപ്പം ഈ പെരുമഴ നനച്ചു പോലെ പെരുമഴ, കണ്ണ് കാണാത്ത മഴ. ആ മഴത്തൊക്കെ ഇനി തിരിച്ചു പോകണം ഈ കുട്ടികളും മക്കളെയും കൊണ്ടൊക്കെ. അപ്പോൾ അവിടെ ചിലവർ കാസർഗോഡ് നിന്ന് വന്നവരുണ്ട്, ഒരുപാട് ദൂരം നിന്ന് വന്നവരൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഈ ടി വിയിൽ കണ്ടിട്ടുള്ളൂ ഇപ്പോൾ ഫ്ലൈറ്റ് ക്യാൻസലായി കുടുങ്ങി ഇടങ്ങേറായി എന്നൊക്കെ. പക്ഷെ അനുഭവിച്ചു. നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു അക്കോമഡേഷനൊക്കെ തരും. പക്ഷേ അതിനൊക്കെ കുറേ വർത്തമാനം പറഞ്ഞ് തലുണ്ടാക്കണം, എന്നാലൊക്കെ അക്കോമഡേഷൻ തരുള്ളൂ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ വീട്ടിൽ പോയിക്കോളാം, ടിക്കറ്റ് മാറ്റി തരുമോ ചോദിച്ചു. ടിക്കറ്റ് നാളെ ഈ സെയിം ടൈമിക്ക് ടിക്കറ്റ് മാറ്റി തന്നു. പക്ഷെ അത് ഉറപ്പില്ല കേട്ടോ. ഇന്നലെ വന്നോർക്ക്, അതായത് ഇന്നലെ 7-ാം തീയതി ടിക്കറ്റ് ക്യാൻസൽ ആയവർക്ക് ഇന്ന് 8-ാം തീയതി ടിക്കറ്റ് കൊടുത്തുക്കണു. ഓലും ഇന്നും ഓല് ക്യാൻസൽ, എന്നിട്ട് ഓല് ഇന്നും തിരിച്ചു പോവാണ്. എന്താ ചെയ്യാ? ഇങ്ങനെ എറപ്പാളിത്തരം പിടിച്ചൊരു ഒരു ഫ്ലൈറ്റും അതിലത്തെ ആൾക്കാരും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എത്ര വൃത്തിയുടെ എത്ര അട്ടങ്ങേറാക്കാന്ന് പറഞ്ഞാൽ ചില്ലറല്ല. നമ്മളിങ്ങനെ ടി വിയിൽ കാണുമല്ലോ എയർ ഇന്ത്യ എക്സ്പ്രസ് പണി മുടക്കി മറ്റൊരു പണി മുടക്കി. അപ്പോൾ നമുക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പക്ഷേ നമ്മൾ അനുഭവിച്ചുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുന്നത്. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് എമർജൻസി മീൻസ് പറഞ്ഞാൽ എത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. ആദമിൻ്റെ സ്കൂൾ കാര്യങ്ങളും അല്ലാതെ വിസ ക്യാൻസലാവേ അങ്ങനത്തെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ക്യാൻസലാവുന്നവരൊക്കെ അവസ്ഥ എന്താക്കരം. ഇപ്പം ഇന്ന് വന്നിട്ട് ഇനി ഞങ്ങളോട് റിയാദക്കും ആണെങ്കിൽ ടിക്കറ്റ് ഉണ്ട്, അങ്ങോട്ട് പോകണോ വെച്ചു. പക്ഷെ റിയാദക്ക് ഞങ്ങളൊന്ന് ചിന്തിച്ചു, റിയാദക്ക് പോയാലോ എന്ന് കരുതിയിട്ട് ഞാനൊക്കെ ഒരുങ്ങി വന്നല്ലോ റിയാദക്കാണ്. പക്ഷേ റിയാദ് പോയി കഴിഞ്ഞാൽ 4 മണിക്കൂർ ഞങ്ങൾക്ക് വീണ്ടും ഡ്രൈവ് ഉണ്ട്. അതായത് ഇവിടുന്ന് കോഴിക്കോട് നിന്ന് ഞങ്ങൾക്ക് ദമാമക്ക് പോകണ അത്രയും ഡ്രൈവ് വീണ്ടും ഞങ്ങൾക്ക് ഇവിടേക്ക് ഉണ്ട്, ദമാമക്ക് ഉണ്ട് റിയാദിൽ നിന്ന്. അപ്പോൾ ഞങ്ങൾ എഴുതി ഇവിടെ വീട്ടിൽ പോകാൻ കുട്ടികൾ ആകെ ടങ്ങാറാവും. ഞാനോ ഇപ്പം സൗദി അറേബ്യയിൽ ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, വണ്ടി എടുത്ത് ചെല്ലുക, 4 മണിക്കൂർ പ്രശ്നമൊന്നുമില്ല, ചെന്ന് എടുത്ത് പോരാന്ന് കരുതാം. അവിടുന്ന് കൊണ്ടുവരാൻ ആരുമില്ല. ആകെ ടങ്ങാറാവും കരുതിയിട്ട് വന്നേര് നാളേക്ക് ടിക്കറ്റ് മാറ്റി ഞങ്ങളിപ്പോൾ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും പറയാനുള്ളത് മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യട്ടെ. കാരണം ഇങ്ങനെ ഇപ്പോൾ ഒറ്റയ്ക്ക് വരികയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് റൂം എടുത്ത് കുത്തിരുന്ന് നാളെ വൈകുന്നേരം വരെ എന്തെങ്കിലും ഫുഡൊക്കെ എടുത്താലും കുഴപ്പമില്ല. ഷിബു അല്ലേ ഒന്ന് എക്സ്പ്ലോർ. ഇപ്പോൾ ഞാൻ ഷിബു ഒറ്റയ്ക്കാണെങ്കിൽ ഞങ്ങൾ വല്ല കോഴിക്കോട് റൂം എടുത്ത് ഞങ്ങൾ റൂമിൽ എൻജോയ് ചെയ്ത് വീട്ടിൽ ഫുഡും കഴിച്ച് വന്ന് പോകും. ഒരു മല്ലൂല വല്ല അതായത് എമർജൻസി ഇല്ലെങ്കിൽ. പക്ഷേ അദീമോന് ആദം കുട്ടിയാക്കില്ല ഫുഡ് ഈ പെട്ടിയാളിൽ മുഴുവൻ ഇറച്ചി ചക്ക കേടുന്ന സാധനങ്ങൾ ഇതൊക്കെ ചെന്ന് പൊട്ടിച്ചണം. വീണ്ടും നാളെ നേരം വെളുക്കുമ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ഇതൊക്കെ റീപാക്ക് ചെയ്യണം. ഓല് പറയുന്നുണ്ട് മെയിൽ വിട്ടിക്കണ്, വാട്സപ്പിൽ മെസ്സേജ് വന്നിക്കണ്, ചിലവൽക്കൊന്നും വന്നിട്ടില്ല, ചിലവർക്ക് വന്നിക്കണ്, ഞങ്ങൾക്ക് വന്നിക്കണെന്നൊക്കെ പറയുന്നത്. പക്ഷേ ഞങ്ങളുടെ ഫോൺ ഗൾഫിലെ നമ്പർക്കൊക്കെ വന്നിക്കണത്. നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ ക്യാൻസൽ ആവാൻ വേണ്ടി ടിക്കറ്റ് എടുക്കണല്ലോ, നമ്മളത് ശ്രദ്ധിക്കുക. നമ്മൾ ഈ പോണ തിരക്കിലല്ലേ മുട്ടനായണൊക്കെ പറഞ്ഞിങ്ങനെ കുത്തിരിക്കുന്നുണ്ട്. എന്തായാലും പറയാല്ല അതിനുള്ളൂ. ഈ എയർ ഇന്ത്യ എക്സ്പ്രസ് നമുക്ക് ഇനി 10-200 കൂടിയാലും എയർ ഇന്ത്യ എക്സ്പ്രസ് എടുക്കരുത്. പിന്നെ ഞങ്ങൾക്ക് പക്ഷേ ഗൾഫ് എയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കോഴിക്കോട് നിന്നാണെങ്കിൽ. പക്ഷെ എന്താ വെച്ചാൽ ഞങ്ങൾ കണക്ഷൻ ഫ്ലൈറ്റ് ആണ് ഈ ഗൾഫ് എയറും ഈ സലാം എയറും ഒക്കെ. ഈ എയർ ഇന്ത്യ എക്സ്പ്രസ് ഡയറക്റ്റ് ആണ്, 4 മണിക്കൂർ കൊണ്ട് അവിടെ എത്തുമല്ലോ. ഇനി ഈ കുട്ടികളെയും മക്കളും ഈ പെട്ടി കുട്ടികളെയും മക്കളെയും കൂടെ ഒക്കെ ഇവിടെ ബഹ്റൈനിലൊക്കെ ഇറങ്ങിയാണ്ട് പോകണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് കണക്ഷൻ എടുക്കാഞ്ഞ്. ഇനി കണക്ഷൻ എടുത്താൽ മതിയില്ലേ? ഇനിയിപ്പോൾ 2 മണിക്കൂർ വെയിറ്റ് ചെയ്താലും വണ്ടിയിലെ കണക്ഷൻ എടുത്താൽ മതി എന്ന് തോന്നിട്ടോ. കാരണം എയർ ഇന്ത്യ എക്സ്പ്രസ് സ്ട്രൈറ്റ് ആയിട്ട് നമുക്ക് ദമാമക്ക് പോകും. ഈ ഗൾഫ് എയറൊക്കെ ബഹ്റൈനിലോ അല്ലെങ്കിൽ മസ്കറ്റോ ഒക്കെയാണ് വെയിറ്റിംഗ് ഉണ്ടാവും 2 മണിക്കൂർ. അപ്പോൾ അതിമോനൊക്കെ പൊറപ്പിച്ചണ്ടേ ഒന്ന് ആലോചിച്ചിട്ട് സ്ട്രൈറ്റ് എടുത്താണ്. ഇനി വെയിറ്റ് ചെയ്താലും വേണ്ടില്ല, അങ്ങനത്തെ ഏതൊക്കെ ഫ്ലൈറ്റ് എടുത്ത് പോവാം എല്ലാവരും. ശരിക്കും ഈ ഫ്ലൈറ്റിലൊന്നും മനസ്സിലാക്കാൻ ടിക്കറ്റ് എടുക്കരുത് കേട്ടോ. കാര്യമായിട്ട് പറയണേ, നമുക്ക് എമർജൻസിയിൽ എന്തെങ്കിലും പോകാനാണെങ്കിൽ നടക്കൂല, വെറുപ്പിച്ച് കജി തരുമല്ലേ. അവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ടിക്കറ്റൊക്കെ മാറ്റി തന്നു. ഇന്നലെയൊക്കെ ചിലവർക്ക് ടിക്കറ്റ് മാറ്റാൻ തന്നെ 4 മണിക്കൂർ സമയം എടുത്തു പറഞ്ഞു. അപ്പോൾ സത്യം പറഞ്ഞാൽ നല്ലോണം പൈസയും ചെയ്തിരിക്കണം.
അപ്പോൾ ഏതായാലും തിരിച്ച് വീട്ടിൽ പോകണമെങ്കിൽ ഇപ്പോൾ 2 വട്ടം യാത്ര വരേണ്ട അവസ്ഥയായി. ഇപ്പം അങ്ങന്മാരെ കളിയാക്കുന്നുണ്ട് ഇപ്പം തന്നെ. കെട്ടിപ്പിടിച്ച് ഉമ്മയെ കൊടുത്ത് പോന്നാലേ നാളെയും കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കണ്ടല്ലോ ഇതൊക്കെ. ഇപ്പം തമാശ കേട്ടോ നമുക്ക്. പക്ഷേ നമ്മൾ സത്യം പറഞ്ഞാൽ സ്വീപ്പാണ്, വെറുതെ ഇടങ്ങേറ്. പിന്നെ സ്വന്തം വീട്ടിൽ തന്നെ പോകണം, അതുകൊണ്ട് വലിയ സമാധാനം ഉണ്ട്. ഇടങ്ങാറായാലും ഗൾഫിലൊക്കെ ആണെങ്കിൽ തിരിച്ചു പോകേണ്ടി വന്നാലേ ചട്ടച്ചൂലേ. നമ്മൾ മനസ്സിലൊക്കെ നാട്ടിൽ വരാൻ പ്ലാൻ ചെയ്തിട്ട് ഗൾഫിൽ നിന്നൊക്കെ തിരിച്ചു പോകേണ്ടി വന്നാവും. ഇത് പിന്നെ ഒന്നുമില്ലെങ്കിൽ നമ്മളെ അമ്മാനത്തേക്ക് നമ്മളെ പലതൊക്കെ പോകണം. ആ ഒരു പോസിറ്റീവ് വൈബ് കൊണ്ട് നമ്മൾ എയർ ഇന്ത്യക്കാരെ വെറുതെ വിട്ടിരിക്കുന്നു. ഇന്നലെ എല്ലാവരും ബാൻ ചെയ്യട്ടെ, എയർ ഇന്ത്യക്കാരും എല്ലാവരും കയറരുത്. അത്ര എട്ടങ്ങാറാക്കി തരുമല്ലേ. അപ്പോൾ ഓക്കെ നമ്മൾ ആക്കണേ. ഫ്ലൈറ്റിൽ ഇരിക്കേണ്ട ഞങ്ങളിപ്പോൾ ഇതാക്കണേ ഫർസിയിലെത്തിക്കണേ. ഈ സമയം ഫ്ലൈറ്റിൽ ഇരിക്കേണ്ടതാണ്. ഇപ്പോൾ 9 മണിയായി. ഈ നേരം എയർപോർട്ടിൽ ഇരിക്കേണ്ട, ഫ്ലൈറ്റിൽ ഇരിക്കേണ്ട എൻ്റെ ഷെബു ഇപ്പോൾ എവിടെയല്ലേ ഷെബു? ഫർസിയിൽ. എയർപോർട്ടിൽ ഇരിക്കേണ്ട ഞങ്ങളാണിത്. എന്നിട്ട് ഇപ്പോൾ ഞങ്ങളെ യാത്ര ആക്കി പെരയിലെത്തിയേക്കൂലേ അമ്മ? കഴിഞ്ഞ പ്രാവശ്യം പോകുന്നപ്പോൾ നമ്മൾ നേരെ ഫർസിക്കാണ് പോകുന്നത്. മൂത്രയ്ക്കണ്ട നമുക്ക്. സീരിയസ് ആയി എന്താണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ഫർസിയത്തെ ലാഭത്തെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കണോ? ഷിബു പട്ടക്ക. ഷിബു കാണിച്ച ഷിബു പനി കൊണ്ട് പട്ടക്കാണ്. ഷിബു ഇനി ഞങ്ങളെ കൊണ്ടാക്കാൻ പോരൂല. ഒക്കെ ഇവിടെ നമുക്ക് ഫുഡ് ഓർഡർ ചെയ്ത് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒക്കെ അതിനോട് ഇരിക്കണം. നമ്മൾ പൊറാട്ടി, ഷിബു പറഞ്ഞ ചിക്കൻ ചിക്കൻ കൊണ്ടാട്ടം, ബട്ടർ ചിക്കൻ. ഫ്ലൈറ്റിൽ മന്തി കഴിക്കേണ്ട ആളാണ്. അടിപൊളി. ഓ എന്തൊക്കെ ചൂടാണീ പോണ കേട്ടോ. ഇതാ വന്നിരിക്കുന്നത് നിന്നെ മോൻ തോറ്റും തുന്നാൻ പാടി. അളിയാക്കാ നാളെ റീടേക്ക് ഉണ്ട് കേട്ടോ. നാളെ റീടേക്ക് ഉണ്ടേ. സുന്ദരിയൻ മാമണ്ണും കരഞ്ഞു. നാളെ കരയേണ്ട ഒരു ഒപ്പത്ത്. നാളെ റീടേക്ക് ഉണ്ട്. ഒന്നുകൂടി കരയണോ? ഓക്കെ റീടേക്ക് ഉണ്ട്. ടിക്കറ്റ് മാറ്റി. സിബോ നാളെ സെയിം ടൈം കേട്ടോ. ഓൺ ടൈമേ. ആ സെയിം ടൈം. എടി ഇവ നാളെ ഒന്നുകൂടി കരയണം കേട്ടോ. എടി ചപ്പൂത്തന്നെയാണ് ചുണ്ടരി പെണ്ണാണിത്. നാണ് എടി മാറുന്നൊക്കെയേ. എടി ഷെബ് ഫ്ലൈറ്റിലാണ്. ഷെബ് ഫ്ലൈറ്റിൽ എയർ ഇന്ത്യ എക്സ്പ്രസിലാണ്. ആ വളിഞ്ഞ മോന്തിന്ന് കാണട്ടെ. ആക്കണ് ചക്കയാണ് കിടക്കണ മുഴുവതാ. ഇതാ ചക്ക മുഴുവൻ പെട്ടിന്ന് എടുത്തിക്കണ്. പെട്ടിക്കെത്തിക്കണ്. പൊലിവ് സന്തോഷം നോക്കിമാ. സന്തോഷം നോക്കി ഒരുത്തര്. ഞങ്ങളെ റൂമിനോടൊക്കെ യാത്ര പറഞ്ഞ് ഒക്കെ ഒതുക്കി പറക്കി പോയതാട്ടോ. വീണ്ടും അടുത്ത വെക്കേഷനിൽ വരാണ്ട് പോയതാ. അത് വീണ്ടും നമ്മളെ റൂമിൽ തന്നെ എത്തി. അപ്പോൾ നമ്മളെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇനി നാളെ കല്യാണം ഉണ്ട്. കസിൻ്റെ പടച്ചോൻ്റെ വീതി കല്യാണത്തിന് കൂടണം എന്നാണ്. അതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നത്. എല്ലാം നല്ലതിനാവട്ടെ. അപ്പോൾ നാളെ കല്യാണം കൂടിയിട്ട് വേണം തിരിച്ചു പോകാൻ. ഡ്രസ്സൊക്കെ അതേ മരത്തിനെടുത്തൊക്കെ കേട്ടോ. ഞാനൊക്കെ പെട്ടിയിലാണ്. പെട്ടി ഒന്നും പൊട്ടിച്ചിട്ടില്ല. നാളെ ഡ്രസ്സ് തന്നെ കയറ്റിയിട്ട് പോകണം. അപ്പോൾ ബൈ.